കൊണ്ടുവച്ചെന്ന് തോന്നട്ടാ. യെസ്, ഇനി പോലുമില്ല അതിനകത്തിരുന്ന് കഴിഞ്ഞ് സൗണ്ടേ കേൾക്കൂല. അറ്റത്തടിച്ച് കിടന്ന തുണി ഉണ്ടല്ലോ പോയി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, പമ്പും കൂടി ഉണ്ട് എടുത്ത് കേട്ടോ. അയ്യോ ഇത് ടക്കെന്ന് കയറണ കേട്ടോ. ഇത് റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. പക്ഷേ സഡൻ മൂവ്മെൻ്റ് ആയിരുന്നു, 1 മിനിറ്റില്ല സഡൻ മൂവ്മെൻ്റ് ആയിരുന്നു. അതാണ് നല്ല ഒരു ഇതായിപ്പോയത്. ഇത് തന്നെ നല്ല പിപ്പുണ്ട്. ഏകദേശം എത്ര ഉണ്ട് കണ്ടല്ലേ, ഒന്നും പറയാനില്ല. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടല്ല 1:8 സെറ്റായി, ഒന്നും പറയാൻ. ഇതെന്ന് പറഞ്ഞാൽ ഇന്നലത്തെ വീഡിയോയിലുണ്ട്, അതായത് ഇത് നാളത്തെ വീഡിയോയിൽ വരുള്ളൂ. മനസ്സിലായില്ല, ഒരേ ദിവസം എടുത്ത ട്രേഡാണ് സംഭവം എന്ന് പറഞ്ഞാൽ. ഇത് ഇന്നത്തെ എടുത്ത അതേ കോമ്പിനേഷനിൽ എടുത്തൊരു ട്രേഡാണിത്. റീടെസ്റ്റ് ചെയ്യാൻ നോക്കി എടുത്ത് പൊങ്ങി എടുത്തു. ഞാൻ മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് എടുക്കേണ്ട പ്ലാനായിരുന്നു, പക്ഷേ സഡൻ മൂവ്മെൻ്റ് ആയിരുന്നു. പിന്നെ SL വലുതായിരുന്നു, അവിടെ ഇനി ഇട്ടാലേ പിന്നെ അടുത്ത് ഞാൻ റീടെസ്റ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്തത്. റീടെസ്റ്റ് ചെയ്തിട്ടില്ല. അടുത്ത കണ്ണിൽ തന്നെ അങ്ങ് സഡനിൽ കയറാൻ തുടങ്ങി. അതും അതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ എൻട്രി എടുത്തേ. ചെറിയ SL അല്ലേ പോട്ടെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാണ്. എന്തിനിത് അതേ പൊസിഷനിൽ വീണ്ടും വന്നു ഗൈസ്. എൻട്രി എടുത്ത പോയിന്റിൽ റിട്ടേൺ വന്നു. അയ്യോ എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി നോക്കല്ല, ഇനി നോക്കിക്കഴിഞ്ഞാൽ വിഷമം വരും എനിക്ക്. ഫസ്റ്റ് സെല്ലിൻ്റെ പ്ലാനിനാണ് വെച്ചത് ഈ ട്രേഡ്. ഇത്രയും വന്ന് ക്ലോസ് ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു, ഇതിൻ്റെ താഴെയല്ല ക്ലോസ് ചെയ്ത്. എന്തായാലും കുഴപ്പമില്ല, സെല്ല് വയ്ക്കാന്ന് വിചാരിച്ചു. അപ്പോൾ റീടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഇത് വന്നിട്ടില്ല. ഇത് ബ്രേക്ക് ചെയ്ത് ഏകദേശം ഇതും ബ്രേക്ക് ചെയ്തു. പിന്നെ ഞാൻ ഒന്നും കൂടി റീടെസ്റ്റ് ചെയ്യാൻ തോന്നി. അപ്പോൾ അടുത്ത ക്യാൻഡിൽ റീടെസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ അടുത്ത ക്യാൻഡിൽ ബൈ ചെയ്തു. അത് ടാർഗറ്റ് കംപ്ലീറ്റ് ആക്കി. എന്നിട്ട് എവിടെ ടാർഗറ്റ് എടുത്തോ അവിടെ വന്നു. ഇത് കറക്റ്റാണ്. ഈ ട്രേഡാണ് കറക്റ്റ് 1:8 ആവണം. 1:8 കാരണം ഇത് SL ചെറുതാണ്. ഇത് ഭയങ്കര ചെറിയ SL ആണ്. കാരണം എനിക്കൊരു റിവേഴ്സൽ അടിച്ചാലോ എന്നുള്ളൊരു ഇതുണ്ട്. കാരണം ആ വന്ന റെഡ്, ആ വന്ന മറ്റേ ഡൗണും പിന്നെ അതേപോലെ അപ്പും അടിച്ച് ഞാൻ റിവേഴ്സൽ പ്രതീക്ഷിച്ചിട്ട് മണ്ടേ കയറുമെന്ന് വിചാരിച്ചു. ഞാൻ അടുത്ത ക്യാൻഡിൽ നോക്കിയപ്പോൾ റിവേഴ്സ് അടിച്ചില്ല. അങ്ങനെ എൻട്രി അടിച്ചു. കോമഡി എൻട്രി ആയിരുന്നു. അവിടെ തന്നെ തട്ടിയിട്ട് വീണ്ടും എൻട്രി അടിച്ചു. വേറെ കുഴപ്പമില്ല, സെറ്റാണ് കേട്ടോ. കമ്പ്യൂട്ടറിൽ എല്ലാം സ്ലോ ഓക്കെ, കുഴപ്പമില്ല. നേരത്തെ ലൈറ്റൊക്കെ ഓണാക്കിയിട്ട് പരിപാടി നോക്കാം. ഉണ്ടല്ലേ സൺസെറ്റ്, കളറൊന്നുമില്ല കേട്ടോ. അടുത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ പോയി ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചും സെറ്റാക്കാം. അത് തന്നെ അടുത്ത പരിപാടി. വെള്ളം ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ബോഡി സമ്മതിക്കില്ല ഗൈസ്. ബോഡി ക്ഷീണം കുറച്ച് നിന്ന് പോകാന്നൊക്കെ പറയുന്നു. അയ്യോ മാക്സിമം റൺ ചെയ്യുന്നുണ്ടോ? അത് തന്നെ എത്തി കുളിക്കേണ്ട പരിപാടിയൊക്കെ നോട്ടി. ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ചിക്കൻ മസാല ഇട്ട് വെച്ചത്, സവാള, പിന്നെ ഇതും ഇടിച്ച് ചതച്ചത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കറിക്ക് വേണ്ടി എല്ലാം റെഡിയാക്കട്ടെ. ഇതില്ല, തക്കാളി ഒന്നുമില്ല കേട്ടോ. അറിയല്ല, ബഡ്ജറ്റ് റെഡ്യൂസിങ് ബഡ്ജറ്റ്. അവിടെ വയറ്റണം, പക്ഷെ അങ്ങോട്ട് റെഡി ആവണില്ല. കുറേ നേരം എടുക്കും. ഉള്ളീനെ വയറ്റിയെടുക്കാനേ ശലം ഗോൾഡൻ കളറാക്കി എടുക്കും. മിക്കവാറും തന്നെ നോക്കിയിരുന്ന് ഞാൻ ഇവിടെ ഉറങ്ങി വീഴും. ഉണ്ടാക്കി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നാളത്തേക്ക് വേണ്ടിയാണ്. ഫുള്ള് വെള്ളം ഒഴിച്ച് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ആരാ ഡ്യൂട്ടി കയറണം കേട്ടോ. എല്ലാം പോയി നോക്കട്ടെ. ഓർഗനൈസിൻ്റെ ഇവിടെ കുഴപ്പമില്ല. കമ്പ്യൂട്ടർ ബേസിൽ ഒരെണ്ണം മാത്രം അഡ്ജസ്റ്റ് ചെയ്യണ്ടോ, ഞാൻ വിളിച്ച് പറയേണ്ടതാണ്. ഓക്കെയാണ്, ബാക്കി കുഴപ്പമില്ല, ബാക്കിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ട്രേഡ് അയ്യോ ഈസി. SL മാത്രം നോക്കി വെച്ചാൽ മതി, SL മാത്രം. യെസ്, നാം ഒറ്റ സ്റ്റെപ്പിൽ മൂവ്മെന്റ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് പയ്യെ പോയി തിരിച്ചു വന്നത് ഇടിമിന്നൽ പോലെ തന്നെ വന്നു. എല്ലാവരും മാർക്ക് സെറ്റ് ചെയ്ത് വെക്കട്ടെ അടുത്ത ട്രേഡിന് വേണ്ടി. കൺട്രോൾ ഇവിടെയാണ്, ഫുള്ള് സ്ഥലത്തുള്ള എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒന്ന് മാർക്ക് സെറ്റ് ചെയ്യട്ടെ. അടിച്ചിട്ടുണ്ട്. ട്രേഡ് എന്ന് പറഞ്ഞാൽ ഒരു 1.5 മണിക്കൂറും കൂടി കഴിഞ്ഞിട്ട് ഞാൻ പോയി ഒന്ന് ഫുഡൊക്കെ എല്ലാം കഴിക്കട്ടെ. ഒന്നും കഴിച്ചില്ല, എല്ലാം ഉണ്ടാക്കി വെച്ചത് ഉണ്ടായിരുന്നുള്ളൂ.
എന്ന് പറഞ്ഞാൽ എത്ര ടെൻഡൻസി ഉണ്ടെങ്കിലും എത്ര ഓപ്പർച്യൂണിറ്റി വന്നാലും എൻ്റെ ടൈമിലെല്ലാം ട്രേഡ് ചെയ്യാൻ പോകില്ല. ഇതുപോലെ അടിച്ച് കളയും. നല്ല ഓപ്പർച്യൂണിറ്റികളെ കാണിച്ചു തന്നതായിരുന്നു, അങ്ങനെ എടുത്തത്. ഫുഡ് കഴിക്കണം കേട്ടോ. ട്രേഡ് എടുത്തിട്ടുണ്ട് കേട്ടോ, ഇപ്പം എടുത്തേ ഉള്ളൂ. ഇപ്പം അറ്റൻഡ് ആയതേ ഉള്ളൂ ട്രേഡ്. പക്ഷേ SL അടിച്ചിട്ടാണ് 70% പോയിട്ട് തിരിച്ചു വന്നത്. കുഴപ്പമില്ല, ഇല്ലാത്തൊരു ട്രേഡായിരുന്നു. പക്ഷേ ഇന്ന് മിസ് ചെയ്തു. വീണ്ടും കൺട്രോൾ എല്ലായിടവും പോയി, ഇവിടെയില്ല അവിടെയും. ഇതാണ് അവസ്ഥ. പടം വരച്ചിട്ടുണ്ട്, പക്ഷേ ഫ്ലവർ ബേസ് ശലം മിസ്സിങ് ആയിട്ടുണ്ട് കേട്ടോ. ആ സ്മൂത്ത് വരുന്നില്ല. ഇതുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ പമ്പ് റൂമും ക്ലോറിനേഷൻ പോയി ചെക്ക് ചെയ്യും. കുഴപ്പമില്ല കേട്ടോ. ക്ലോറിനേഷൻ്റെ ഇവിടെ ഓക്കെയാണ്. ബേസിലൊന്നും പറയില്ല, നമ്മളെ സ്ഥലം മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും കിട്ടുന്നില്ല. പിന്നെ ഒരു സ്ഥലം സൈഫ നോക്കണുണ്ട്, അതും കിട്ടുന്നുണ്ട്. അത് എല്ലാം അഡ്ജസ്റ്റ് ആണ്, അത് കുഴപ്പമില്ല. ഞാൻ അനാലിസിസ് മാത്രം നോക്കിയത്. ഇത് ഞാൻ ഈ ചെറിയ അബദ്ധം പറ്റിയാണ്. ഇതെൻ്റെ റൂള് ബ്രേക്ക് ചെയ്ത് പറ്റിയതാണ്. ഇത് ശകലം പേഷ്യൻസ് കുറവായതുകൊണ്ട് പറ്റിയതാണ്. ഇത് ഞാൻ റൂള് ബ്രേക്ക് ചെയ്ത് എനിക്ക് കിട്ടിയത്. ഇത് എൻ്റെ പേഷ്യൻസ് കുറവ് കാരണം പോയത്, വേറൊന്നും കുഴപ്പമില്ല. ഞാൻ അടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി ഒരു ട്രേഡും കൂടെ ഉണ്ട്, ഒരു ദിവസം 3 ട്രേഡ്. അങ്ങനത്തെ ഒരു പ്രോബിലിറ്റിയാണ്. കുഴപ്പമില്ല, നല്ലൊരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞാൽ വെയിറ്റ് ചെയ്യും. അടുത്ത വലിയ പരിപാടിയൊന്നുമില്ല, ജസ്റ്റ് അനാലിസിസ് നോക്കുക, അത് കൺട്രോൾ വരണമെങ്കിൽ അത് നോക്കുക. പിന്നെ കുറച്ച് 4-5 സ്ഥലമുണ്ട്, അത് കോൾ വിളിക്കുമ്പോൾ അതിനെപ്പറ്റി റീഡിങ് എല്ലാം എടുത്തു കൊടുക്കുക. അവിടെ കിട്ടൂലല്ലോ, പിന്നെ വേറെ വലിയ പരിപാടിയൊന്നും. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.